നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ അടുക്കളയ്ക്കൊപ്പം ജീവിക്കുന്ന ചിട്ടയായ തോട്ടം, ഇഷ്ടമുള്ള പച്ചക്കറികളും ഒപ്പം ഔഷധ സസ്യങ്ങളും വരെ നമുക്ക് തന്നെ വളർത്താൻ കഴിയുന്ന ഒരു മനോഹരമായ ഇടം. വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യവും പ്രകൃതിയുമായി കൈകോർക്കാനുള്ള ഒരു എളുപ്പ വഴി, അതാണ് അടുക്കളത്തോട്ടം. ഇന്ന് നമ്മൾ നോക്കുന്നത് അത് എങ്ങനെ ഒരുക്കാമെന്നാണ്. എളുപ്പത്തിൽ തുടങ്ങി എങ്ങനെ പരിപാലിക്കാം എന്നതിനെക്കുറിച്ചും കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനായി ചെടികൾക്ക് തളിക്കാവുന്ന, നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ചെടികൾക്കുണ്ടാവുന്ന കീടങ്ങളുടെ ആക്രമണം ഒക്കെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന 10 സ്വാഭാവിക, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന 10 മരുന്നുകളെ കുറിച്ചാണ്. ഈ മരുന്നുകൾ വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ചെടികളിൽ തളിക്കാവുന്ന ആദ്യത്തെ മരുന്നാണ് തേങ്ങാപ്പാലും വെള്ളവും. ഇത് ഇലകളുടെ പച്ചപ്പും തിളക്കവും കൂട്ടുന്നതിനുള്ള ഒരു മികച്ച ടോണിക്കാണ്. തെളിച്ച അരിമാവ് പോലെ ചെയ്ത തേങ്ങാപ്പാൽ 1 കപ്പ് എടുക്കുക. അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് തളിക്കുക. രണ്ടാമത്തേത് വെളുത്തുള്ളി വെള്ളമാണ്. വെളുത്തുള്ളിക്ക് ശക്തമായ ആന്റി ബാക്ടീരിയൽ ഗുണമുണ്ട്. ആയതിനാൽ ഇത് കീടങ്ങളെ തുരത്താൻ സഹായിക്കുന്നു. 5 മുതൽ 6 വെളുത്തുള്ളി ചതച്ച് 1 ലിറ്റർ വെള്ളത്തിൽ 12 മണിക്കൂർ നനച്ചു വയ്ക്കുക. ശേഷം ഇത് ചെടികൾക്ക് തളിച്ചു കൊടുക്കുക. മൂന്നാമത്തേത് ജീരക വെള്ളമാണ്. ഇത് ഒരു മരുന്നാണ്. ജീരകത്തിൽ അണുനാശിനി ഗുണമുണ്ട്. മിക്ക ഇലമര ചെടികൾക്കും അനുയോജ്യമാണ്. 1 ടീസ്പൂൺ ജീരകം തിളച്ച വെള്ളത്തിൽ ഇട്ട് തണുത്ത ശേഷം ചെടികൾക്ക് മീതെ തളിക്കുക. നാലാമത്തേത് എന്ന് പറയുന്നത് കറിവേപ്പില കഷായമാണ്. കീടനാശം ഇല്ലാതെ ചെടികൾ വളരാൻ ഈ കഷായം സഹായിക്കുന്നു. ഇവയുടെ തൊലിയും ഇലകളും കഷായത്തിന് ഉപയോഗിക്കാറുണ്ട്. 10 കറിവേപ്പില ഇലകൾ വെള്ളത്തിൽ വേവിച്ചെടുത്ത ആ വെള്ളമാണ് ചെടികളിൽ തളിക്കേണ്ടത്. ഇനി അഞ്ചാമത്തേത് എന്ന് പറയുന്നത് മുളകുപൊടി കഷായമാണ്. 1 ടീസ്പൂൺ മുളകുപൊടി പ്ലസ് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇത് ചെടികളുടെ ചുവട്ടിലായി ഒഴിക്കുക. ചെടികളെ കാർന്നു തിന്നുന്ന ചെറിയ പ്രാണികളെ തടയാൻ ഈ മരുന്ന് സഹായിക്കും. അതേസമയം ഈ മരുന്ന് തയ്യാറാക്കുമ്പോൾ കൈകളിൽ ഗ്ലൗസ് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ആറാമത്തേത് എന്ന് പറയുന്നത് ചീരവെള്ളമാണ്. ചീര പാകം ചെയ്തതിൻ്റെ വെള്ളം തണുപ്പിച്ച ശേഷം ചെറുചെടികൾക്കും പച്ചക്കറികൾക്കും തളിച്ചാൽ അവയുടെ വളർച്ചയ്ക്ക് ഇത് വളരെ നല്ലതാണ്. ഇത് വിറ്റാമിൻ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രകൃതിദത്ത ടോണിക്കാണ്. ഏഴാമതായി എന്ന് പറയുന്നത് സൂപ്പ് വാട്ടർ ഒരു പ്രധാന മരുന്നാണ്. ചെടികൾക്ക് നൈട്രജൻ പ്രോട്ടീൻ ഘടകങ്ങൾ നൽകാൻ ഇവ സഹായിക്കുന്നുണ്ട്. വെജിറ്റബിൾ സൂപ്പ് വേവിച്ച ശേഷം അവശേഷിക്കുന്ന വെള്ളം ചെടികൾക്ക് തളിക്കുക. ഇനി അടുത്തത് കഞ്ഞിവെള്ളമാണ്. ചോറ് കഴുകിയ വെള്ളം ചെടികൾക്ക് തളിക്കുക. ഇത് മണ്ണിന്റെ ജൈവ സംബന്ധം മെച്ചപ്പെടുത്തുകയും ചെടികൾക്ക് കരുത്ത് നൽകുകയും ചെയ്യുന്നു. ഇനി 9ാമത്തേത് ഇലയുടെ നീരാണ്. പച്ചിലകളെ ചെറുതായി അരച്ച് അതിൽ നിന്നും കിട്ടുന്ന പച്ചനീര് ചെടികളിൽ തളിക്കുക. ഇത് ചെടികളിലെ ഹോർമോണുകൾ പോലെയുള്ള വളർച്ചാ ഘടകങ്ങൾ പ്രവർത്തിക്കുന്നതിന് കാരണമാകുന്നു. ഇനി 10ാമത്തേതും അവസാനത്തേതുമായത് എന്താണെന്ന് നോക്കാം. മുളപ്പിച്ചിരിക്കുന്ന പയറുവെള്ളമാണ്. മുളപ്പിച്ചിരിക്കുന്ന പയറ് കൊണ്ട് കിട്ടുന്ന വെള്ളം വളരെയധികം പോഷകങ്ങൾ ഉള്ളതാണ്. ഇത് തണുപ്പിച്ച ശേഷം ചെടികൾക്ക് തളിക്കുന്നത് വളരെ നല്ലതാണ്. അതേസമയം ഈ മരുന്നുകൾ എല്ലാം ദിവസേന തളിക്കേണ്ടതില്ല. ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 തവണ മാത്രം ഇത് ചെടികൾക്ക് തളിച്ചു കൊടുത്താൽ മതിയാകും. രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരവുമാണ് ഇത് തളിക്കേണ്ടത്. ഒരേ ചെടിയിൽ ഒരേ സമയം പലതരം മരുന്നുകൾ ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ച് വെള്ളത്തിൽ കുറച്ച് അളവിൽ തുടങ്ങിയാൽ പ്രശ്നങ്ങളില്ലാതെ പരീക്ഷിക്കാൻ കഴിയും. ഇവയിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായ ചില റെമഡികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ചെടികൾക്ക് ഇതുപോലെയുള്ള പ്രകൃതിദത്ത പരിചരണങ്ങൾ കൊടുക്കൂ. അവ ദീർഘകാലം ആരോഗ്യമായി വളരട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.